ഇടുക്കി മാങ്കുളം വനമേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനംവകുപ്പ്. കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാക്കുവാൻ വിവിധയിടങ്ങളിൽ വനംവകുപ്പ് കുളങ്ങൾ നിർമ്മിച്ചു. വനംവകുപ്പ് ജീവനക്കാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് കുളങ്ങൾ നിർമ്മിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള 10 മിഷനുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ് മിഷൻ ഫുഡ് ഫോർ വാട്ടർ ഉള്ള മിഷൻ. അപ്പൊ ഈ മിഷന്റെ ഭാഗമായിട്ട് മാങ്കുളം വന ഡിവിഷന്റെ കീഴിൽ 7ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പഴയ കുളങ്ങൾ നമുക്ക് ഡീസീൽ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് 4ഓളം ചെക്ക് ഡാമുകൾ പണിത് നമുക്ക് പുതിയതായി ചെക്ക് ഡാമുകൾ പണിത് 4 ജലസ്രോതസ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വെള്ളം തീരെ അവൈലബിൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ പടുതാക്കുളം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതെല്ലാം തന്നെ ഈ വന്യജീവികളും ആനകളും എല്ലാം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു നല്ല രീതിയിൽ ഈ തരത്തിൽ വന്യജീവികൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൽ വളരെയധികം കുറവ് വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇടുക്കി മാങ്കുളം വനമേഖലകളിൽ ഇത്തരത്തിൽ കുളങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. മിഷൻ ഫുഡ് ഫോർ ആൻഡ് വാട്ടർ പദ്ധതി പ്രകാരമാണ് കുളങ്ങൾ നിർമ്മിച്ചത്. പുതുതായി 4 കുളങ്ങൾ നിർമ്മിച്ചതിനൊപ്പം നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. വനംവകുപ്പ് ജീവനക്കാർ പാലാ സെന്റ് തോമസ് കോളേജ്, മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും പദ്ധതിയിൽ പങ്കാളികളായി.